ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നല്ലൊരു പാവയ്ക്ക ഫ്രൈ ആണ്. അപ്പം കുറേ പേരുടെ റിക്വസ്റ്റ് മാനിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം നമുക്ക് പാവയ്ക്ക ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റാണിത്. തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ പാവയ്ക്ക നല്ലതുപോലെ കഴുകിയിട്ട്, ഇപ്പം വീട്ടിലുള്ള പാവയ്ക്കല്ല ഇത്, പാവയ്ക്ക കൃഷി ഞാൻ ചെയ്യുന്നുണ്ട്. ചൂടെ കഴിയട്ടെ. വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അരിയൊക്കെ. ഇതൊക്കെ കണ്ടില്ല, മുട്ടൻ പാവയ്ക്ക. ഇതൊക്കെ ഏതാണ്ടൊക്കെ വളങ്ങളോ കീടനാശിനികളോ ഒക്കെ തളിച്ച് നമുക്ക് കൊണ്ടുവരുന്നതാണ്. നമ്മളൊന്നും നട്ടാൽ ഇത്രയും വലുതൊന്നും കിട്ടത്തില്ല. ഇപ്പം നല്ല വട്ടത്തി കനം കുറച്ച് അരിഞ്ഞെടുക്കണം. നല്ല 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. വട്ടത്തിൽ അരിഞ്ഞിട്ട് മുറ്റി അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കളഞ്ഞേക്കുക. അപ്പോൾ ഒരെണ്ണം മുറ്റിയതായിരുന്നു, അരി കളഞ്ഞു. ഒരെണ്ണം പിഞ്ചായിരുന്നു, അതങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അവസാനം 2 വറ്റൽമുളകൊക്കെ ചേർക്കും കേട്ടോ, അതുമായിട്ട് ഇരിക്കട്ടെ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, തേങ്ങാക്കൊത്ത്, പിന്നെ കാഷ്നട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വറുത്ത് ചേർക്കാം. തൽക്കാലം എൻ്റെ അത് ഇല്ല. നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പാവയ്ക്ക ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഏതെണ്ണയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ഇത്ര ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. കുറേശ്ശെ പാവയ്ക്ക നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. പാവയ്ക്ക കഴിക്കാനായിട്ട് മടി പിടിക്കുന്ന കുട്ടികൾ തൊട്ട് വലിയവർക്കാണെങ്കിലും ചെറുവർക്കാണെങ്കിലും ഇങ്ങനെ നാക്കി കൊടുത്ത് നോക്കി. നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വെച്ചേക്കാനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെങ്കിലും നിമിഷ നേരം കൊണ്ട് എല്ലാവരും ഇത് പറക്കി കഴിച്ച് തീർക്കും. എല്ലാം ഒന്ന് എണ്ണയും മുങ്ങിക്കിടക്കണം. ഇതൊരുപാട് തീയിലിട്ടിട്ട് വേവിക്കരുത്. പെയ്യെ തീ കൂട്ടിയും കുറച്ചും വേണം ഇത് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ അധികം ദിവസം വെച്ചേക്കുമ്പോഴത്തേക്കങ്ങ് തണുത്തു പോകും. അതുകൊണ്ടാണ് തീ കൂട്ടിയും കുറച്ചും വെച്ചിട്ട് നല്ലതുപോലെ മൊരിച്ചെടുക്കണമെന്ന് പറയുന്നത്. ഇത് തേങ്ങാക്കൊത്തും കാഷ്നട്ടും ഒക്കെ ഇടുകയെന്നുണ്ടെങ്കിൽ കയ്പ് അറിയേയില്ല. ഇത്രയും ഫ്രൈ ആയി വരുമ്പോൾ ഇതിനകത്തോട് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഓരോ പ്രാവശ്യം നമ്മൾ കുറച്ച് ഉണ്ടാകണം കേട്ടോ ഉപ്പിൻ്റെ അളവ്. ഇതിപ്പം ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരു സ്വല്പം കൂടെ കിടന്നോട്ടെ. എല്ലാം ഒരേ ലെവലിൽ അരിഞ്ഞെടുക്കണം. ഇത് ചെറുതായിട്ട് എന്താണ് ഫ്രൈ ആയിട്ട് നമുക്കത് പൊടിയെടുക്കാം. ആയി വരുന്നുണ്ട്. അതേപോലെ എല്ലാം നമുക്ക് വറുത്തെടുക്കണം. ഇതിപ്പോൾ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇത് കോരിയെടുക്കാം. എല്ലാം ഇതേപോലെ വറുത്തൂരി എടുക്കണം. ഓണം വ്ലോഗിനകത്ത് നമ്മുടെ പാവയ്ക്ക ഫ്രൈ ഇരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഷേർലി അലക്സ് അവിടെ PG ചെയ്യാണ്. അപ്പം പുള്ളിക്കാരത്തിയുടെ റിക്വസ്റ്റ് മാനിച്ചാണ് ഇത് ചെയ്യുന്നത്. ചേച്ചി അതൊന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് കുറേ വട്ടം ഇങ്ങനെ മെസ്സേജ് ഇട്ടിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഷേർലി കൂട്ടുകാരും ഇത് പ്രത്യേകം കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിചാരിച്ച് ചെയ്യാണിത്. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊന്നും ചിലപ്പോൾ കറികളൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അവർക്ക് നാട്ടിൽ വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഇത് കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും, കേടാകാതെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് നമ്മുടെ പാവയ്ക്ക നല്ലോണം ഫ്രൈ ആയി വരുന്നുണ്ട്. നല്ലതുപോലെ ഫ്രൈ ആയെങ്കിൽ മാത്രമേ ഇത് ഇരിക്കത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ തണുത്തു. കല്യാണത്തിനൊക്കെ കിട്ടാറില്ലേ ഈ പാവയ്ക്ക ഫ്രൈ? അതെപ്പം കഴിച്ചാൽ നല്ല കടുകിടാന്നിരിക്കും. നേരത്തെ നമ്മൾ എടുത്തത് കുറച്ചുകൂടെ ഫ്രൈ ആവാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടെ ഇതിനകത്തങ്ങ് ഇട്ടു. ഒട്ടും പച്ച ഇരിക്കാൻ പാടില്ല, എങ്കിലും ഇത് ഇരിക്കത്തുള്ളൂ. ഒന്നുകൂടെ നായിക്കോട്ടെ. ഈ പച്ച ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് അങ്ങ് ചുട്ട് നല്ല ഫ്രൈ ആയി മാറും അത്. അപ്പം നമ്മുടെ പാവയ്ക്ക നല്ലതുപോലെ ഫ്രൈ ആയിട്ട് ഇനി നമുക്കിനി കോരിയെടുക്കാം. കൈ കൊണ്ട് ഒടിക്കുമ്പോൾ ഒന്ന് ഒടിയുന്ന പരുവം വേണം ഇത്. മൂക്കുമ്പോഴത്തെ എണ്ണയുടെ പതയെല്ലാം അങ്ങ് അടങ്ങും. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. സ്വല്പം തീ കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം.
ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കാറാകുമ്പോൾ നമ്മളൊരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ആദ്യമേ ഉപ്പിട്ടിട്ടുണ്ട്, സ്വല്പം മീതാണ് നമ്മൾ ഇട്ട് വരുന്നത്. അപ്പം കൺട്രോൾ ചെയ്ത് വേണം ഇട്ട് വരാൻ. അത് സ്വല്പം മീത ഇട്ടാൽ മാത്രം മതി. നമ്മൾ 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ പച്ചമുളക് ഇതിൻ്റെ കൂടെ നീളത്തിൽ അരിഞ്ഞിട്ട് ഈ പാവയ്ക്കോടൊപ്പം വറുത്ത് കോരി എടുക്കാവുന്നതാണ്. ചിലരൊക്കെ ഇതിനകത്ത് മസാല എല്ലാം തേച്ച് വെച്ചിട്ട്, മസാല എന്ന് വെച്ചാൽ മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ തേച്ച് വെച്ചിട്ട് വറക്കുന്നവരുണ്ട്. പക്ഷേ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്താൽ മതി. കാരണം ആ മസാലയൊക്കെ ഈ എണ്ണയ്ക്കകത്ത് അങ്ങ് വീണ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ എണ്ണയൊക്കെ ഇതൊക്കെ ബ്രൗൺ കളറൊക്കെ ആയിരിക്കും. ഇത് നമ്മൾ അവസാനം വരെ വറുത്താലും ഈ എണ്ണ ആണെങ്കിൽ ഇങ്ങനെ തെളിഞ്ഞ് തന്നെ ഇരിക്കും. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം മസാലനകത്ത് ചേർക്കാം. മസാല മീൻസ് മുളക് പൊടി. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ജെല്ലിലിരിക്കുന്ന ബോട്ടിൽ വർക്ക് ആര് ചെയ്തതാണെന്ന്. ഇത് എൻ്റെ മോള് മെറിൻ ചെയ്തതാണിത്. അപ്പം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ബുത്തനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കുപ്പിക്കകത്ത്. അതുതന്നെ കഥകളി ഇങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട് ഇവിടെ. അതേപോലെ കുറേ ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഓർഡർ പോവുകയും ചെയ്തു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, ഈ ബോട്ടിൽ വർക്കിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മെറിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്താൽ മതി. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും ഇട്ടേക്കാം. ഞാനാണ്ട് ഈ പച്ചമുളകും കൂടെ ഇതിൻ്റെ അകത്തോടെ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് പാവയ്ക്കാണിത്. ഇങ്ങനെ ചെയ്താൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും കേട്ടോ. ഇത് അല്ലാതെ നമ്മൾ പെട്ടെന്നൊക്കെ മെഴുക്ക് വെക്കുമ്പോൾ കൊച്ചുങ്ങൾക്കൊന്നും പിടിക്കുകയില്ല. പക്ഷേ ഇത് പാവയ്ക്ക് നല്ല ഗുണമുള്ളതാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് പാവയ്ക്ക കൃഷിയൊക്കെ ചെയ്യണ്ടായോ? നമുക്ക് ചെയ്യണം. അടുക്കെ തന്നെ നമുക്ക് ഇനി പാവയ്ക്ക കൃഷിയാണ് ഇനി എടുത്തത്. പാവയ്ക്ക ഞാൻ കുറേ പ്രാവശ്യം നോക്കി, പക്ഷേ കാ പിടിക്കും. പക്ഷേ നമ്മൾ ഫലവത്തായി വന്നിട്ടില്ല. ഒരു തോരനൊക്കെ കിട്ടും, പിന്നെ അങ്ങ് പോകും. പിന്നെ എന്തായാലും നമ്മൾ വേണമെന്ന് വിചാരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ചെയ്യാം കേട്ടോ. നമ്മുടെ പാവയ്ക്ക എല്ലാം വറുത്ത് ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവാള ഫ്രൈ ആക്കി എടുക്കണം. നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളറായി വരണം കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തൂരി ഇടാറില്ല. എല്ലാം ഇതേപോലെ ബ്രൗൺ കളറാക്കി ഇടണം. സവോളയും ബ്രൗൺ കളറാക്കിയിട്ട് കോരിയെടുക്കാം. പിന്നെ തേങ്ങാക്കൊത്തുണ്ട്, കറിവേപ്പിലയുണ്ട്, വറ്റൽമുളകുണ്ട്. ഇതൊന്ന് നോക്കട്ടെ. ഇതും തീ കൂട്ടിയും കുറച്ചും വേണം വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ബ്രൗൺ കളറായി പോവുകയും ചെയ്യും. അകമൊട്ട് വേവുകയും ഇല്ല. അപ്പം നമ്മുടെ ഉള്ളി നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അതും കോരിയെടുക്കാം. നമ്മുടെ ഉള്ളിയും വറുത്ത് കോരിയെടുത്തു. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് വറുത്ത് കോരിയെടുക്കാം. അതും ഒന്ന് ബ്രൗൺ കളറായി കിട്ടണം. അപ്പാതയൊക്കെ ഒന്ന് അടങ്ങണം കേട്ടോ. അല്ലെങ്കിൽ അതിനകത്ത് പച്ച കാണും. ഇനി കുരിയെടുക്കാം. ലാസ്റ്റ് നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ വറുത്ത് എടുക്കുക. അപ്പോൾ ഇത് ദൂരെ മാറിയിരിക്കാം. അതിൻ്റെയും പൊട്ടലും ചീറ്റലും ഒക്കെ മാറിയതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ചേർത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 4-5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് എണ്ണ അങ്ങ് മാറ്റുക. എന്നിട്ട് അതിലോട്ട് സ്വല്പം മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഈ സാധനം എല്ലാം തട്ടി ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. ഇത് നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ പാവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കണ്ട എന്ത് രസമായിട്ട് നമ്മളത് വറുത്തെടുത്തേന്ന്.
കുറേ ദിവസം കേടാകാതെ ഇരിക്കുകയും ചെയ്യും. നമ്മളൊരു ഗ്ലാസ് കുപ്പിയിലിട്ട് വെച്ചിരുന്നാൽ മതി. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണമായിട്ട്. അഥവാ നിങ്ങൾക്ക് ഇതിനകത്ത് മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എണ്ണയിൽ നിന്ന് കുറച്ചങ്ങ് മാറ്റണം. ഈ എണ്ണയിൽ നിന്ന് കുറച്ചങ്ങ് മാറ്റിയതിന് ശേഷം അതിലോട്ട് സ്വല്പം മുളക് പൊടി, ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിരുന്നാൽ മതി കേട്ടോ. എണ്ണ അതിലോട്ട് സ്വല്പം നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി അതിനകത്ത് ഇടുക. അതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം ഇതെല്ലാം കൂടെ തട്ടി അതിലേക്ക് ഇടുക. ഞാനതിൻ്റെ പച്ചമുളകൊക്കെ ഇട്ടത് കൊണ്ട് ഞാനിപ്പം തക്കാളി ഇടുന്നില്ല. ഇതിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കാഷ്നട്ട് ഇട്ടെങ്കിൽ കാഷ്നട്ടും കൂടെ വറുത്ത് കോരി ഇടാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അത്. എവിടെ വേണമെങ്കിലും ഇത് കൊടുത്തു വിടാം കേട്ടോ. എത്ര ദിവസം വേണമെങ്കിലും ഇങ്ങനെ തന്നെ ഇരുന്നോളൂ. അപ്പം നിങ്ങൾക്ക് ഈ പാവയ്ക്ക ഫ്രൈ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഉള്ളിലൊന്നും പച്ച കാണരുത്. പച്ച ഉണ്ടെങ്കിൽ ഇത് തണുത്തു പോകും. അത് നേരത്തെ തന്നെ പറഞ്ഞേക്കാം. നല്ല രീതിയിൽ വറുത്തെടുക്കണം. നല്ല നമ്മൾ ഒടിയുന്ന രീതിയിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും.